കർണാടകയിലെ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഗ്രേഡ് എസ്ഐ ഷഫീർ ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റേതാണ് ഉത്തരവ്. ഇഡി ഉദ്യോഗസ്ഥർ ചമഞ്ഞ വ്യവസായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ കേസിലാണ് ഷഫീർ ബാബു അറസ്റ്റിലായത്. സൂരജ് സജി തൃശൂർ ചെയ്യുന്നു. സൂരജ്, മലയാളികൾ ആസൂത്രണം ചെയ്ത ഇഡി ചമഞ്ഞുള്ള തട്ടിപ്പ് 30 ലക്ഷത്തോളം രൂപ ഒരു പ്രമുഖ വ്യവസായിയുടെ വീട്ടിൽ തട്ടിയെടുത്ത കേസിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇയാൾ അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ ഈ വകുപ്പ് തല നടപടികൾ കൂടി ഉണ്ടായിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? മറ്റു കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ? എന്തായിരുന്നു ഷഫീർ ബാബുവിന്റെ ഈ കേസിലെ റോൾ? സുഹൈൽ, ഈ വ്യവസായിയുടെ വീട്ടിൽ ഇഡി ചമഞ്ഞ് 3.5 കോടി രൂപ തട്ടിയ കേസിലാണ് ഇപ്പോൾ ഈ ഗ്രേഡ് എസ് ഐക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത്. റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് ഇപ്പോൾ ഈ ഷഫീർ ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കർണാടക പോലീസ് ഇരിങ്ങാലക്കുടയിലെ പോലീസ് ക്വാർട്ടേഴ്സിലെത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് ഈ കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നത്. 6 പേർ ചേർന്ന്, പോലീസുകാരുൾപ്പെടെ 6 പേർ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. ഇ.ഡി സംഘം എന്ന പേരിൽ ഇവർ ഈ വ്യവസായിയുടെ വീട്ടിലെത്തുകയും പിന്നീട് ഈ വീട്ടിൽ നിന്ന് 3.5 കോടി രൂപ തട്ടിയെടുക്കുകയും ചെയ്തു. ഈ തട്ടിപ്പിന് ശേഷം, അതായത് ഇവർ ഈ പരിശോധനയ്ക്ക് ശേഷം പോയതിനു ശേഷമാണ് ഇവർക്ക് ഇത് ഇ.ഡി അല്ല എന്ന് മനസ്സിലാകുന്നതും. പിന്നീട് ഇവർ കർണാടക പോലീസിൽ വിവരം നൽകുകയായിരുന്നു. അങ്ങനെ കർണാടക പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊടുങ്ങല്ലൂരിലെ തന്നെ ഗ്രേഡ് എസ് ഐ ആണ് ഇതിലെ പ്രതി എന്ന് കണ്ടെത്തുന്നതും പിന്നീട് ഈ ഗ്രേഡ് എസ് ഐയെ കസ്റ്റഡിയിലെടുക്കുന്നതും കർണാടക പോലീസ് അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വകുപ്പ് തല നടപടിയടക്കം എടുത്തിരിക്കുന്നത്. എസ് ഐയുടെ ഇ.ഡി ഉഡായിപ്പിൽ എസ് ഐക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നു. കേസിൽ 2 പേരെ കൂടി പിടിയിലാകാനുണ്ട്. സൂരജാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്.